ഓർക്കുക വല്ലപ്പോഴും ലോത്തിന്റെ ഭാര്യ. അതിരാവിലെ ഒരു കാപ്പി പോലും കുടിക്കാതെ ഓടിയ ഓട്ടം ഞാൻ ഇന്നലെയും ഓർത്തുപോയി. അപ്രതീക്ഷിതമായി ഭവനത്തിൽ 2 അതിഥികൾ വന്നതും അവരുടെ നിർബന്ധത്താൽ സ്വതവും വിട്ടതുമെല്ലാം ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ മനസ്സൊന്നുമില്ലായിരുന്നു അവിടെ നിന്ന് വിടുവാൻ. അതിഥികളിൽ ഒരുവൻ ഞങ്ങളുടെ കൈക്ക് പിടിച്ചാണ് പട്ടണത്തിന് പുറത്താക്കിയത്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങ് നിൽക്കുകയും അരുത് എന്നുള്ള ഓർഡർ കേട്ടപ്പോൾ ഓടാതെ തരമില്ലല്ലോ. കൊച്ചു വെളുപ്പാൻ കാലത്ത് ഓടി ശീലമില്ലാത്ത ഞാൻ രണ്ടും കൽപ്പിച്ചോടാൻ തുടങ്ങി. ഇപ്പോഴൊക്കെയാണെങ്കിൽ നിങ്ങളിൽ പലരും വെളുപ്പിനെയൊക്കെ ഓടി ശീലമുള്ളവരാണല്ലോ. പക്ഷേ അന്നത്തെ ആളുകൾക്കൊന്നും അങ്ങനത്തെ ഒരു വ്യായാമശീലമൊന്നുമില്ലായിരുന്നു. നല്ല നീരോട്ടമുള്ള പ്രദേശത്ത് സുഖമായി പാർത്തിട്ടുള്ള പരദേശിയായ എനിക്ക് പർവ്വതത്തിലേക്കുള്ള ഓട്ടം അത്ര എളുപ്പമായിരുന്നില്ല. അച്ചായനെയും മക്കളെയും മുൻപിൽ വിട്ടിട്ട് ഏറ്റവും പുറകിലായി ഞാനും വെച്ചു പിടിച്ചു. കരുതി വെച്ചിരുന്നതെല്ലാം ഒരു നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെച്ചുള്ള ആ ഓട്ടത്തിൽ മനസ്സ് വിട്ടു പോരുവാൻ മടി കാണിച്ചു. വർഷങ്ങളുടെ ആത്മീയ പാരമ്പര്യമുണ്ടെങ്കിലും മനുഷ്യനല്ലേ, ഈ പറയുന്നതെല്ലാം ശരിയായിരിക്കുമോ എന്നറിയാൻ ആരും കാണാതെ ഞാൻ മെല്ലെ ഒന്ന് പുറകോട്ട് നോക്കിപ്പോയി. അത് ഇത്രയും ഭയാനകമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞൊടിയിടയിൽ ഉപ്പുതൂണായിപ്പോയി. ഒന്നും അനങ്ങാൻ പോലും ആകാതെ അന്നു മുതൽ ഈ നിൽപ്പ് ഞാൻ നിന്നുപോയി. അച്ചായനും മക്കൾക്കും എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ ഓർക്കാനേ കഴിയുന്നുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചേ. കൈയും കാലും അനക്കാനാകുന്നില്ല. നല്ല കാലത്തുണ്ടാക്കിയതെല്ലാം ഒന്ന് അനുഭവിക്കാനും കഴിയുന്നില്ല. 2 മക്കളും പെൺകുഞ്ഞുങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രാപ്പകൽ അധ്വാനിച്ചു. എണ്ണിക്കൂടാത്ത ആടുമാടുകളും ധനസമ്പത്തും ഒത്തിരി സമ്പത്തും ദാസീദാസന്മാരും ഉണ്ടായിരുന്നു. കുടുംബത്തിലെ കൊച്ചമ്മയായിരുന്നു ഞാൻ. ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. ഞാൻ മക്കളുടെ ഭാവിയോ അച്ചായന്റെ അവസ്ഥയോ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആർക്കും എന്നോട് ഒരു ദയ തോന്നുകയോ അച്ചായൻ പോലും വന്ന് ഒന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല. ഇപ്പോഴെന്നെ കാണുവാൻ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഒരുപാട് പേർ വരുന്നുണ്ട്. വരുന്നവരൊക്കെ എന്നെ നോക്കി ഒരു പരിഹാസ ചിരിയാണ്. ആദ്യമൊക്കെ അല്പം വിഷമമൊക്കെ തോന്നിയെങ്കിലും ഞാനത് ഇപ്പോൾ തീരെ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ഇപ്പോഴത്തെ നിൽപ്പിനെ കുറിച്ച് അറിയാത്തവരും കേൾക്കാത്തവരും കുറവാണ്. കാണുന്ന മൃഗങ്ങളൊക്കെ എൻ്റെ ശരീരം നക്കിയിട്ടുണ്ട്. ആധുനികതയ്ക്കൊന്നും ഇത്ര നല്ല ഉപ്പുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് അവയുടെ ആക്രമണം. ഇത്ര ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ദൈവത്തിന്റെ കൽപ്പന അവിശ്വാസത്താൽ നിരസിച്ചതിനാൽ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായി ഇന്നും നിലനിൽക്കുകയാണ്. വല്ലപ്പോഴും എന്നെ ഒന്ന് ഓർക്കുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കും. നിങ്ങൾക്കാർക്കും ഈ ഗതി വരാതിരിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ലോത്തിന്റെ ഭാര്യ സൊദോം ഗൊമോറ.